ലീഗുകാർക്ക് ഭീതി വന്നു. അവിടെ വന്നതുകൊണ്ട് തന്നെ അവർക്ക് വലിയ മുൻതൂക്കമുള്ള വാർഡിൽ നിന്ന് 10, 50, 100 വോട്ടുകൾ അടുത്ത വാർഡിലേക്ക് അവർ മാറ്റിച്ചേർത്തു. കോർപ്പറേഷൻ പിടിക്കുകയാണല്ലോ. മേയർ സ്ഥാനാർത്ഥിക്ക് വോട്ടില്ലാത്ത മേയർ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടാണല്ലോ വോട്ട് പിടിക്കുന്നത്. DC പ്രസിഡന്റ് പറയുന്നത് 2020 വോട്ടർ പട്ടികയിലും ഇപ്പോൾ ക്രമക്കേട് നടത്തിയിട്ടുണ്ട്. കോർപ്പറേഷനാണ് അതിന്റെ കസ്റ്റോഡിയൻ. ഈ വെബ്സൈറ്റിൽ പോലും ആ പട്ടിക കാണുന്നില്ല എന്ന് പറയുന്നത്. അതായത് ആ പട്ടികയിൽ ക്രമക്കേട്. നിങ്ങൾ ആ പറയുന്നതിന്റെ ഔചിത്യം ഒന്ന് മനസ്സിലാക്കും. ഈ ക്രമക്കേടെന്ന് പറഞ്ഞാൽ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് സ്വകാര്യമല്ല. നിങ്ങളെപ്പോലെ മീഡിയകളൊക്കെ വെച്ച് വളരെ കൃത്യമായി പറയാണ്. ആ വോട്ടർ പട്ടിക എല്ലാ അംഗീകൃത രാഷ്ട്രീയ പാർട്ടികൾക്ക് ഓരോ കോപ്പി കൊടുക്കും. എന്നിട്ട് പാർട്ടി പ്രവർത്തകർ അത് പരിശോധിക്കും. എന്നിട്ട് വോട്ട് ചേർത്തും. അങ്ങനെ 3 തവണ ഇവിടെ വോട്ട് ചേർത്തിയിട്ടുണ്ട്. അത് പരിശോധിക്കേണ്ടത് ആരാണ്? ഇല്ലെങ്കിൽ വോട്ട് ചേർത്ത്. വോട്ട് വിട്ടുപോകൽ സ്വാഭാവിക. ഇപ്പോൾ ഞാൻ CPM ജില്ലാ സെക്രട്ടറി, എനിക്ക് വോട്ട് വിട്ടുപോകാം. പക്ഷെ ഞാനത് പരിശോധിച്ചിട്ട് എനിക്ക് വോട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് എൻ്റെ ബാധ്യതയെപ്പെട്ടാണ്. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ ബാധ്യതയെപ്പെട്ടാണ്. അതിന് വേറുള്ള ആളെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? ഇവിടെ പരാതി കൊടുത്തിട്ട് എന്താ കാര്യമുള്ളത്? കാരണം വോട്ടർ പട്ടികയിൽ ഈ 4 ദിവസം മുമ്പ് 3 ദിവസം കൂടി അനുവദിച്ചു. 10, 11, 12 തീയതി കൂടി ഇലക്ഷൻ കമ്മീഷൻ ഏറ്റവും അവസാനമായി ആർക്കെങ്കിലും വോട്ട് ചെയ്യാനുള്ള അവസരം കൂടെ കൊടുത്തിട്ടുണ്ട്. ആ അവസരത്തിൽ പോലും നോക്കാതെ വോട്ടർ പട്ടിക നോമിനേഷൻ കൊടുക്കാൻ നേരം മാത്രം എടുത്ത് പരിശോധിച്ചിട്ട് വോട്ടില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ കണ്ടു കഴിഞ്ഞിട്ടുള്ള സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥിയുടെ പാർട്ടിക്കും ഇതിനോടുള്ള ഉത്തരവാദിത്വവും പ്രതിബദ്ധതയും എത്രയുണ്ടെന്ന് മനസ്സിലാക്കുക. ഇതെല്ലാം ജനപ്രതിനിധികളുടെ ഇടയിലേക്ക് ജനങ്ങളുടെ വിഷയം കൈകാര്യം ചെയ്യാൻ പോകുന്ന ആൾക്കാരാണല്ലോ ജനപ്രതിനിധികളെന്ന് നമ്മൾ പറയുന്നത്. അവരുടെ അവർ ജനങ്ങളുടെ വോട്ട്, എല്ലാവരുടെയും വോട്ട് ചേർത്താൻ പരിചയമില്ലാത്തവനും ഒക്കെ വോട്ട് ചേർത്തിപ്പിക്കേണ്ട ആളാണ്. അപ്പോൾ എൻ്റെ വോട്ട് തന്നെ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നോക്കാൻ നേരമില്ലാത്ത രാഷ്ട്രീയ പ്രസ്ഥാനമായി കോൺഗ്രസ് മാറി എന്നല്ലേ കാണേണ്ടത്. ഈ കളക്ടർ ഉറപ്പ് നൽകിയിരിക്കുന്നത് ഈ വോട്ട് ഉറപ്പായിട്ടും ഉണ്ടാവും, VM-നും അടക്കം വോട്ട് ചേർക്കാൻ പറ്റുമെന്ന് പറയുന്നത്. അതിൽ എന്താണ്? അത് കളക്ടറോട് ചോദിക്കണം. അങ്ങനെ കളക്ടർക്ക് ഉറപ്പ് കൊടുക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വോട്ടില്ലെങ്കിലും കളക്ടർ വോട്ട് തരണമല്ലോ. അപ്പോൾ ഇവിടുത്തെ നിയമത്തിനും കാര്യത്തിനൊക്കെ പരാതി കൊടുക്കാൻ അതൊന്നും എനിക്കറിയില്ല. അതിനെ സംബന്ധിച്ച് അങ്ങനെ കൊടുക്കാൻ പറ്റില്ലല്ലോ. CPM എതിർക്കൽ ഇവിടുത്തെ ഒരു നിയമത്തെ ലംഘിച്ചുകൊണ്ട് കൊടുത്താൽ ഞങ്ങൾ എതിർക്കും. നിങ്ങൾ പത്രക്കാർ ഇതിൻ്റെ വസ്തുതകളെ തിരിച്ചറിഞ്ഞ് കാര്യങ്ങൾ പറയാൻ കഴിയണമല്ലോ. എങ്ങനെ അതാവുക? ഇപ്പം നിങ്ങളെ പേര് വോട്ടർ പട്ടികയിൽ തള്ളാൻ എൻ്റെ പാർട്ടിക്ക് തള്ളാൻ കൊടുക്കാം. അത് സ്വകാര്യമല്ല. തള്ളാൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഹിയറിങ്ങിന് വിളിക്കും. ആ ഹിയറിങ്ങിന് വിളിക്കുമ്പം ആ തള്ളാൻ പറഞ്ഞ കാരണം ന്യായമാണെങ്കിൽ അത് തള്ളും, അല്ലെങ്കിൽ നിലനിൽക്കും. വോട്ടുണ്ടോ എന്ന് നോക്കാതെ ഇതെല്ലാം പ്രസംഗിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? കോഴിക്കോട് ജില്ലയിൽ സമാനമായ രീതിയിൽ ആയിരക്കണക്കിന് വോട്ടുകൾ തള്ളിയ സംഭവം കൊടുവള്ളി നമുക്കറിയാം. ഇത്തരം സംഭവം ഇതൊരു നല്ല പ്രവണതയാണോ ഈ രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതൊക്കെ നിങ്ങളുടെ അഭിപ്രായം? പൗരന്മാരുടെ വോട്ട് ഇല്ലാതായി. കൊടുവള്ളിയിൽ തള്ളിയതല്ല. കൊടുവള്ളിയിൽ വാർഡുകൾ മാറി ലീഗുകാർ വോട്ട് ചേർത്തിയതാണ്. അത് സംബന്ധിച്ച പ്രശ്നമാണ്. ആ പ്രശ്നം പഠിച്ചിട്ട് പറയാൻ തയ്യാറാണെന്ന്. ലീഗുകാർക്ക് ഭീതി വന്നു. അവിടെ വന്നതുകൊണ്ട് തന്നെ അവർക്ക് വലിയ മുൻതൂക്കമുള്ള വാർഡിൽ നിന്ന് 10, 50, 100 വോട്ടുകൾ അടുത്ത വാർഡിലേക്ക് അവർ മാറ്റിച്ചേർത്തു. അതിനെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്തത്. ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പരാതിയായിട്ട് പോയിട്ടുള്ളത്. അവിടുത്തെ ഇഷ്യൂസ് നിങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും.